2024 സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദ വേഴ്സ് ഡ്രാമ കമ്പോസ്ഡ് ബൈ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ളത് ഒരു വേഴ്സ് ഡ്രാമ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദ്യം. വില്യം വേർഡ്സ്വർത്ത് മഹാനായ റൊമാൻറ്റിക് പോയറ്റാണ്. ഒരുപാട് അതിഭാവുകത്വം നിറയുന്ന പ്രകൃതി ഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു വേഴ്സ് ഡ്രാമയുടെ പേര് നിങ്ങൾക്ക് അറിയുമോ? ഇല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണുക, അതിന് ആൻസർ നമുക്ക് നോക്കാം. ഹായ് എവരിവൺ, വെൽക്കം ടു എൻട്രീസ് ടീച്ചിങ് എക്സാം. ഇന്ന് നമ്മൾ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിലെ 2024 മുൻവർഷ ചോദ്യങ്ങളിൽ 2024 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. Far away, dissolve and quite forget, what thou among leaves has never known. These lines occur in the poem. ഈ കൊടുത്തിരിക്കുന്ന പോം ഏത് കവിതയിലെ കൺക്ലൂഡിംഗ് ലൈൻ ആണ് എന്നാണ് അല്ലേ? ദീസ് ലൈൻസ് occur in the poem. ഏത് കവിതയിലെ വരികളാണ് എന്നാണ് ചോദ്യം. അപ്പോൾ സ്ഥിരം നമുക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു വരിയിലെ ഒരു കവിതയിലെ പ്രധാനപ്പെട്ട വരികൾ തന്നിട്ട്, അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് ലൈൻസ് തന്നിട്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ലൈൻസ് തന്നിട്ട് ഏത് പോം ആണെന്ന് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ മുതൽ ബി വരെ തന്നിരിക്കുന്നത് കീറ്റ്സിൻ്റെ കവിതകളാണ് അല്ലേ? കീറ്റ്സിൻ്റെ കവിതകളാണ്. ഓപ്ഷൻ ഡിയിൽ ഷെല്ലിയുടെ കവിതകളാണ്. ഷെല്ലിയുടെ കവിതകളാണ്. കവിതകളല്ല, കവിതയാണ്. എല്ലാം ഓഡ് തന്നെയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ചോദ്യവുമായി, ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് പോമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഓഡ് ടു എ നൈറ്റിംഗൽ ആണ് ഉത്തരം കേട്ടോ. ഓഡ് ടു എ നൈറ്റിംഗൽ. ദിസ് ലൈൻ ഈസ് ഫ്രം ജോൺ കീറ്റ്സ് പോം ഓഡ് ടു എ നൈറ്റിംഗൽ. ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു എ നൈറ്റിംഗൽ എന്ന പോമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ദ നൈറ്റിംഗൽ എ സിംബൽ ഓഫ് പ്യൂർ ജോയ് ആൻഡ് ബ്യൂട്ടി. നൈറ്റിംഗൽ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ, വളരെ പ്യുവറായിട്ടുള്ള സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. ഷുഡ് സിംപ്ലി ഡിസപ്പിയർ. അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. ആൻഡ് നോട്ട് എക്സ്പീരിയൻസ് ദ ഹ്യൂമൻ സഫറിങ്. അത് ഒരിക്കലും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചിട്ടില്ല. ദാറ്റ് ഇറ്റ് ഹാസ് നെവർ നോൺ ഇൻ ഇറ്റ്സ് കെയർ ഫ്രീ എക്സിസ്റ്റൻസ് എമംഗ് ദ ലീവ്സ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നെവർ നോൺ ഇറ്റ്സ് കെയർ ഫ്രീ എക്സിസ്റ്റൻസ് എമംഗ് ദ ലീവ്സ്. മരങ്ങൾക്കിടയിലുള്ള അതിൻ്റെ നിലനിൽപ്പിനെ പോലും കുറിച്ചും അതിന് ബോധം ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അതാണ് ഇത്രമേൽ സന്തോഷത്തോടുകൂടി ജീവിതം ആസ്വദിക്കാൻ അതിന് കഴിയുന്നത് എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു കവിതയാണ് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ഓഡ് ടു സൈക്കെ. ഓഡ് ടു സൈക്കയിലെ അവസാനത്തെ വരിയിലേക്ക് വരുമ്പോൾ ടു ലെറ്റ് ദ വാം ലവ് ഇൻ എന്നായിരുന്നു കേട്ടോ. ഓപ്ഷൻസിൽ അതുകൂടി ഉള്ളതുകൊണ്ട് അതുകൂടി നമുക്ക് പഠിച്ചു പോകാം. ടു ലെറ്റ് ദ വാം ലവ് ഇൻ. ഊഷ്മളമായിട്ടുള്ള ഒരു സ്നേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ലൈൻ സിഗ്നിഫൈസ് ദ സ്പീക്കേഴ്സ് ഡിസൈഡ് ടു വെൽക്കം ലവ് ഇൻ ടു ഹിസ് ലൈഫ്. അപ്പോൾ സ്പീക്കർ സ്നേഹത്തെ തൻ്റെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻസ്പയർഡ് ബൈ ദ മിസ്റ്റീരിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫിഗർ ഓഫ് സൈക്കെ. സൈക്കെ എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് സോൾ ആണ് കേട്ടോ. ഗോഡസ് ഓഫ് സോൾ, ആത്മാവിൻ്റെ ദേവതയായിട്ടുള്ള സൈക്കെ അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ നിഗൂഢമായിട്ടുള്ള സൗന്ദര്യവും കണ്ട സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈവൻ ദോ ഷീ ഈസ് നോട്ട് ആസ് വൈഡ്ലി വർഷിപ്ഡ് ആസ് അതർ ഗോഡസസ്. മറ്റുള്ള ദേവതമാരെ പോലെ അങ്ങനെ ഒരുപാട് ആരാധിക്കപ്പെട്ടിട്ടുള്ള, ഒരുപാട് വർഷിപ്പ് ചെയ്തിട്ടുള്ള ഒരു ദേവതയൊന്നുമല്ല സൈക്കെ. എന്നാൽ കൂടിയും അതിൻ്റെ സൗന്ദര്യവും ആ ഒരു ദേവതയുടെ സൗന്ദര്യം നമ്മുടെ സ്പീക്കറിനെ വല്ലാതെ അട്രാക്ട് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാവുന്നത്. ദെൻ ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ മെലൻചോളി. നമ്മുടെ ഓപ്ഷനിലുള്ള 4 കവിതകളിലെയും അവസാന വരികൾ നമ്മൾ പറയാണ്. ആൻഡ് ബി എമംഗ് ഹെർ ക്ലൗഡി ട്രോഫീസ് ഹാങ്. ആൻഡ് എമംഗ് ഹെർ ക്ലൗഡി ട്രോഫീസ് ഹാങ്. ഇത് വെൻ സമൺ ട്രൈസ് ടു കോൺഫ്രണ്ട് ആൻഡ് എക്സ്പീരിയൻസ് മെലൻചോളി ഫുള്ളി. ഒരാൾ മെലൻചോളി എന്ന് പറയുന്ന ആ ഇമോഷൻ പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് കൂടി ദേ വിൽ സ്റ്റിൽ ബി കൺസിഡേർഡ് എ ട്രോഫി ഓഫ് സാഡ്നസ്. ഈ മെലൻചോളി എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ഒരു ഇമോഷനാണ്. അപ്പോൾ അതൊരു ദുഃഖ സമ്മാനമാണ് എന്ന ബോധം അവർക്കുണ്ടാകും. അൾട്ടിമേറ്റ്ലി റിമൈനിങ് വിത്തിൻ ഇറ്റ്സ് ഗ്രാസ്. ഞാൻ അതിൻ്റെ പിടിയിൽ അമർന്നു നിൽക്കുകയാണ്, ദുഃഖത്തിൽ അമർന്നു നിൽക്കുകയാണ് എന്നൊരു ബോധം അവർക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ദെൻ ദ പോം ടു എ സ്കൈലാർക്ക്. അവസാനം ഓപ്ഷൻ ഡിയിൽ ഉണ്ടായിരുന്നത് ടു എ സ്കൈലാർക്ക് ആയിരുന്നു. സോ ആ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത് വിത്ത് ദ പോയറ്റ് pleading with the bird
to teach him of the gladness that the brain must know. ഷെല്ലിയുടെ കവിതയാണ്. സ്കൈലാർക്ക് വളരെ അമിതമായിട്ടുള്ള വളരെ അതിയായ ഉത്സാഹത്തിലാണ്, സന്തോഷത്തിലാണ്. അതിനുള്ള കാരണം സന്തോഷത്തിൻ്റെ രഹസ്യം അതിനറിയാം. നിനക്കറിയുന്ന സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ നിന്നും പകുതിയെങ്കിലും മനുഷ്യരായ നമുക്ക് പഠിപ്പിച്ചു തരൂ എന്നാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ നോവൽ വിച്ച് ഹാസ് ദ സബ് ടൈറ്റിൽ എ ഗോത്തിക് സ്റ്റോറി. എ ഗോത്തിക് സ്റ്റോറി എന്ന സബ് ടൈറ്റിലുള്ള നോവൽ ഏതാണ്? സോ നോവൽസും അതിൻ്റെ സബ് ടൈറ്റിൽസും നമ്മൾ പഠിക്കണം. നോവൽസ് ആയാലും ഡ്രാമാസ് ആയാലും ചിലതിന് സബ് ടൈറ്റിൽസ് ഉണ്ടാകും. അത് കൃത്യമായിട്ടും പഠിക്കണം എന്നാണ് ഇതിൻ്റെ ഹിന്റ്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി, ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ. ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ ഈസ് എ നോവൽ ബൈ ഹൊറാസ് വാൾപോൾ. ഈ ഒരു നോവൽ അറിയാത്തവരുണ്ടാവില്ല. ആദ്യകാല ഗോത്തിക് നോവലിൽ പെട്ടതാണ്. ജനറലി റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് ഗോത്തിക് നോവൽ. ആദ്യത്തെ ഗോത്തിക് നോവൽ എന്ന് കരുതപ്പെടുന്നത് ഹൊറാസ് വാൽപോളിന്റെ ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ ആണ്. ഇൻ ദ സെക്കൻഡ് എഡിഷൻ വാൽപോൾ അപ്ലൈഡ് ദ വേർഡ് ഗോത്തിക് ടു ദ നോവൽ ഇൻ ദ സബ് ടൈറ്റിൽ എ ഗോത്തിക് സ്റ്റോറി. രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങുന്ന സമയത്ത്, ഈ നോവലിന്റെ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങുന്ന സമയത്ത് വാൽപോൾ തന്നെ അതിൽ എന്ത് ചേർത്തു? എ ഗോത്തിക് സ്റ്റോറി എന്ന ഒരു സബ് ടൈറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ ഓതർ തന്നെ കൊടുത്ത സബ് ടൈറ്റിലാണ്. സോ സെറ്റ് ഇൻ എ ഹോണ്ടഡ് കാസ്റ്റിൽ ദ നോവൽ merged medievalism and terror in style that has endured ever since. അപ്പോൾ ഒരു മിഡീവൽ സെറ്റിംഗ്, ഗോത്തിക് സ്റ്റോറീസ് ഒക്കെ മിക്കവാറും ഒരു മിഡീവൽ സെറ്റിങ്ങിലുള്ളതായിരിക്കും. ആ മിഡീവൽ സെറ്റിങ്ങിലുള്ള വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കൊട്ടാരത്തെക്കുറിച്ചാണ്, ഒരു കാസ്റ്റിലിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഒരു ഹോണ്ടഡ് കാസ്റ്റിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അത് വായിച്ചാൽ നമുക്ക് ഇന്നും ഭീതി ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കവർ ചിത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അത് സെറ്റ് അല്ലേ? ദെൻ ഇതാണ് ഞാൻ നേരത്തെ തന്ന ചോദ്യം. ദ വേഴ്സ് ഡ്രാമ കമ്പോസ്ഡ് ബൈ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള വേഴ്സ് ഡ്രാമ ഏത്? വേഴ്സ് ഡ്രാമ കവിതാ രൂപത്തിൽ എഴുതുന്ന ഡ്രാമയാണ് വേഴ്സ് ഡ്രാമ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ദ ബോർഡേഴ്സ് എന്നുള്ളതാണ് ഉത്തരം. ദ ബോർഡേഴ്സ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. സോ ദ ബോർഡേഴ്സ് ബൈ വില്യം വേർഡ്സ്വർത്ത് ഈസ് എ വേഴ്സ് ഡ്രാമ, ഈസ് എ വേഴ്സ് ട്രാജഡി. അതൊരു വേഴ്സ് ട്രാജഡിയാണ്. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ബ്ലാങ്ക് വേർഡ്സ്. പഠിച്ചു വെക്കുക, ബ്ലാങ്ക് വേർഡ്സിലാണ് അത് എഴുതിയിട്ടുള്ളത്. ദ സെയിം സ്റ്റൈൽ യൂസ്ഡ് ഇൻ വേർഡ്സ്വർത്ത് ലെറ്റർ പോംസ്. അദ്ദേഹത്തിൻ്റെ പിൽക്കാല കവിതകളിലെല്ലാം ബ്ലാങ്ക് വേർഡ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ദ ബോർഡേഴ്സ് ഈസ് വേർഡ്സ്വർത്ത് ഓൺലി പ്ലേ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരേ ഒരു പ്ലേ ആണ്. വേർഡ്സ് ഡ്രാമയാണ് കേട്ടോ, വേർഡ്സ് ഡ്രാമയാണെന്ന് ഓർക്കുക. ഒരേ ഒരു പ്ലേ ഇത് മാത്രമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? പഠിച്ചു വെക്കുക. ഹി റോട്ട് ഇറ്റ് ബിറ്റ്വീൻ 1795 ആൻഡ് 1797. 1795നും 1797നും ഇടയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷേ പബ്ലിഷ് ചെയ്യുന്നത് 1842 മാത്രമാണ്. 1842 പബ്ലിഷ് ചെയ്യുന്നത്. It was included in his final volume of New Poetry, Poems chiefly of early and late years. അദ്ദേഹത്തിൻ്റെ അവസാനകാല കവിതാ സമാഹാരമായിട്ടുള്ള Poems chiefly of early and late yearsലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The play is set during the reign of King Henry III of England. ഇംഗ്ലണ്ടിലെ ഹെൻറി രാജാവ്, ഹെൻറി മൂന്നാമൻ്റെ ഭരണകാലത്തിൽ നടന്ന സംഭവങ്ങളാണ് അതിനകത്ത് പറയുന്നത്. It's about an ordinary family trying to live in a society where rights and feuds were common. കുടിപ്പകയും അതേപോലെ വെട്ടിപ്പിടിക്കലും എല്ലാം നീണ്ടു നിൽക്കുന്ന വളരെ പ്രശ്നകലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സാധാരണ കുടുംബം സ്ട്രഗിൾ ചെയ്യുന്ന കഥയാണ് ഇതിനകത്ത് പറയുന്നത്. വേർഡ്സ്വർത്ത് ബേസ്ഡ് ദ പ്ലേ ഓൺ ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് ദ റെവല്യൂഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലേ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കുറച്ചു കാലം ഫ്രാൻസിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളാണ്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്രാൻസിലുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡ്രാമ എഴുതാൻ കാരണമായത്. The play is considered a study of human nature and what drives people to sin and crime. മനുഷ്യൻ്റെ പ്രകൃതവും മനുഷ്യനെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നു. അപ്പോൾ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്നത്, ക്രൈം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. Some say that the play generates interest despite its inadequacies as drama because it presents a lot of Wordsworthian intensity. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്
ഇതൊരു ഡ്രാമയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ചേരുവകളൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് കാരണമായിട്ട് ഒരു ഡ്രാമയുടെ അധിക എലമെൻറ്റ്സ് ഒന്നും വന്നു ചേർന്നിട്ടില്ല എന്ന തരത്തിൽ ചില ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായപ്പെടാറുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ഓപ്ഷൻസിലെ മറ്റു രചനകൾ, പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആകുമ്പോൾ ഓപ്ഷൻസ് കൂടി നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ഹെലാസ്, അതും ഒരു ലിറിക്കൽ ഡ്രാമയാണ്. ഷെല്ലി എഴുതിയിട്ടുള്ള, പേഴ്സി PB ഷെല്ലി എഴുതിയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ് തന്നെയാണ്. അതും ഒരു ലിറിക്കൽ ഡ്രാമയാണ് ഹെലാസ്. ദെൻ ഓസോറിയോ എന്നതും ഒരു ട്രാജഡി തന്നെയാണ്, ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് എഴുതിയത് ST കോൾറിഡ്ജ് ആണ്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ദെൻ ഓപ്ഷൻ ഡിയിലെ റിമോഴ്സ് ഇതേ പ്ലേയുടെ തന്നെ പരിഷ്കരിച്ച പതിപ്പിൽ അദ്ദേഹം കൊടുത്ത പേരാണ്. കോൾറിഡ്ജ് റിവൈസ്ഡ് ആൻഡ് റീകാസ്റ്റ് ദ പ്ലേ 16 years later, ഗീവിങ് ഇറ്റ് ന്യൂ ടൈറ്റിൽ റിമോഴ്സ്. അപ്പോൾ ഓസോറിയോ എന്ന വേഴ്സ് ഡ്രാമ പിന്നീട് പരിഷ്കരിച്ച് ഇറക്കിയപ്പോൾ അദ്ദേഹം നൽകിയ പുതിയ പേരാണ് റിമോഴ്സ്. അപ്പോൾ അത് രണ്ടും കോൾറിഡ്ജിൻ്റെതാണ്, ഹെലാസ് ഷെല്ലിയുടേതാണ് എന്ന് കൂടി ഓർക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഹു അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോയിറ്റ് ഹു പ്രൊഡ്യൂസ് പ്ലഷറബിളി പോംസ് ഫ്രം ദ പ്ലെയിനസ്റ്റ് കോമൺ സെൻസ്. വളരെ പ്ലെയിനസ്റ്റ് ആയിട്ടുള്ള കോമൺ സെൻസിൽ വളരെ മനോഹരമായിട്ടുള്ള കവിത എഴുതിയ ഒരു കവിയാണ് താഴെ പറയുന്നതിൽ ഒരാളെന്ന് വേർഡ്സ്വർത്ത് തൻ്റെ പ്രിഫേസിൽ പറയുന്നുണ്ട്. പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസിൽ പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? ആരെക്കുറിച്ചാണ്? ചില ആളുകൾ കോൾറിഡ്ജ് എന്ന് വിചാരിക്കും. കോൾറിഡ്ജ് അല്ല, അദ്ദേഹം പറയുന്നത് അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ് കേട്ടോ. അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ? വേർഡ്സ്വർത്ത് cites Alexander Pope as an example of a poet who produces pleasurable poems from the plainest common sense. ഓക്കെ അല്ലേ? വേർഡ്സ്വർത്ത് പോപ്പിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ദെൻ അടുത്ത ചോദ്യം, ടു ഹൂം ഈസ് പേഴ്സീസ് Reliques ഓഫ് ഏൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി ഡെഡിക്കേറ്റഡ്? പേഴ്സിയുടെ Reliques ഓഫ് ഏൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ആർക്കാണെന്ന് ചോദിച്ചാൽ ഡച്ചസ് ഓഫ് നോർതംബർലാൻഡ് ആണ് കേട്ടോ. ഡച്ചസ് ഓഫ് നോർതംബർലാൻഡ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? സോ ദിസ് വാസ് ഡെഡിക്കേറ്റഡ് ടു എലിസബത്ത് സേമൂർ. എലിസബത്ത് സേമൂർ എന്നാണ് ആ ഡച്ചസിൻ്റെ പേര്. ഡച്ചസ് ഓഫ് നോർതംബർലാൻഡ് ആണ് കേട്ടോ. തോമസ് പേഴ്സിയുടെ പോയട്രി ആണ് കേട്ടോ. തോമസ് പേഴ്സി എഴുതിയിട്ടുള്ള Reliques ഓഫ് ഏൻഷ്യന്റ് ഇംഗ്ലീഷ് പോയട്രി എന്നാണ്. Reliques ഓഫ് ഇംഗ്ലീഷ് പോയട്രി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എലിസബത്ത് സേമൂറിനാണ്. ക്ലിയർ അല്ലേ? ദെൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, തോമസ് ഗ്രേയുടെ Elegy written in a country consists of dash stanzas. എത്ര വരികളാണുള്ളത് ഇതിൽ? വരികളല്ല, എത്ര സ്റ്റാൻസാസ് ആണുള്ളത്? വരികളല്ല, എത്ര സ്റ്റാൻസാസ് ആണുള്ളത്? 32 ആണ്. മിക്കവാറും നമ്മൾ ഒരുപാട് തവണ പഠിക്കുന്നൊരു എലിജിയാണ് അല്ലേ? ഏത് എക്സാമിനും പഠിക്കാനുള്ളൊരു എലിജിയാണ് നമ്മുടെ തോമസ് ഗ്രേയുടെ എലിജി. 32 സ്റ്റാൻസാസ് ആണുള്ളത്. സോ ഇറ്റ് ഹാസ് 32 stanzas and 128 lines. 128 വരികൾ. 32 സ്റ്റാൻസകളിലായിട്ട് 128 വരികളാണുള്ളത്. ഈച്ച് സ്റ്റാൻസാസ് ഹാവ് 4 lines. ഓരോ സ്റ്റാൻസകളിലും 4 വരികളുണ്ട് കേട്ടോ. മേക്ക് ഇറ്റ് എ ക്വാർട്ടറിൻ. അപ്പോൾ ഓരോ ക്വാർട്ടറിനാണ് 32 ക്വാർട്ടറിൻസ് ആണുള്ളത്. 4 വരികൾ ഉള്ളപ്പോഴാണ് നമ്മൾ ക്വാർട്ടറിൻസ് എന്ന് പറയുന്നത് അല്ലേ? ദ പോം ഈസ് റിട്ടേൺ ഇൻ ഇയാംബിക് പെൻറ്റാമീറ്റർ. മീറ്റർ ഏതാണെന്ന് പഠിച്ചു വെക്കൂ. ഇയാംബിക് പെൻറ്റാമീറ്റർ ആണ്. വിച്ച് മീൻസ് ഈച്ച് ലൈൻ ഹാസ് 5 ഇയാംസ്. പെൻറ്റാമീറ്റർ, പെൻറ്റ എന്ന് പറയുമ്പോൾ 5നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓരോ വരിയിലും 5 ഇയാംബിക് ഉണ്ട്. റൈം സ്കീമിലേക്ക് വരുമ്പോൾ AB CD EF എന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം ക്യാരക്ടറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ദ നെയിം ഓഫ് ദ ഇൻകോമ്പറ്റന്റ് ഫിസിഷ്യൻ ഇൻ ട്രിസ്ട്രാം ഷാൻഡി. ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയുന്ന നോവലിലെ ഇൻകോമ്പറ്റന്റ്, നമുക്ക് മുറിവൈദ്യൻ എന്ന് മലയാളീകരിച്ച് പറയാം. മുറിവൈദ്യനായിട്ടുള്ള കഥാപാത്രം ആരാണ്? ഡോക്ടർ സ്ലോപ്പ് ആണ്. ഡോക്ടർ സ്ലോപ്പ് ആണ്. ആള് യഥാർത്ഥ ഒരു ഡോക്ടർ എന്നല്ല, ഒരു മുറിവൈദ്യനാണ് അല്ലെ? ഒരു മുറിവൈദ്യനാണ്. സോ ദ നെയിം ഓഫ് ദ ഇൻകോമ്പറ്റന്റ് ഫിസിഷ്യൻ ഇൻ ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രം ഷാൻഡി ഈസ് ഡോക്ടർ സ്ലോപ്പ്. He is a male midwife and obstetrician in the novel by Lawrence Sterne. അപ്പോൾ ലോറൻസ് സ്റ്റേൺ എഴുതിയിട്ടുള്ള ട്രിസ്ട്രം ഷാൻഡിയിൽ ഒരു മുറിവൈദ്യനായിട്ടുള്ള അയാളൊരു മിഡ്വൈഫാണ് അല്ലെ? മെയിൽ മിഡ്വൈഫാണ്. പ്രസവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഒബ്സ്ട്രീഷ്യനാണ്, ഒരു മിഡ്വൈഫാണ്, മെയിൽ മിഡ്വൈഫാണ് ഡോക്ടർ സ്ലോപ്പ്. ഓക്കെ അല്ലേ?
സോ നമുക്ക് ആ നോവലിലെ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് നോക്കാം. ട്രിസ്ട്രം ഷാൻഡിയാണ് അതിലെ നറേറ്റർ. സ്റ്റോറി പറയുന്നത് ട്രിസ്ട്രം ഷാൻഡിയാണ്. ദെൻ വാൾട്ടർ ഷാൻഡിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, അല്ലെ, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ്റെ പിതാവ്, ദുർവാശിയുള്ള ഒരുപാട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പിതാവാണ്. ദെൻ മിസ്സിസ് ഷാൻഡി വൈഫാണ്, ഹിസ് വൈഫാണ്. ദെൻ സൂസന എന്ന് പറഞ്ഞാൽ വാൾട്ടറിൻ്റെയും മിസ്സിസ് ഷാൻഡിയുടെയും മെയ്ഡാണ്, അഥവാ വാൾട്ടർ ഷാൻഡിയുടെയും ഭാര്യയായിട്ടുള്ള മിസ്സിസ് ഷാൻഡിയുടെയും മെയ്ഡാണ് സൂസന്ന. ദെൻ ടോബി ഉണ്ട്. ടോബി ഷാൻഡി എന്ന് പറയുമ്പോൾ ട്രിസ്ട്രമിൻ്റെ അങ്കിളാണ്, അങ്കിൾ അഥവാ വാൾട്ടറിൻ്റെ ബ്രദറാണ്. അയാൾ യുദ്ധത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. ദെൻ ട്രിം, ഹീസ് കോർപ്പറൽ ആൻഡ് സെർവൻറ്റ്, നമ്മുടെ ട്രിസ്ട്രം ഷാൻഡിയുടെ സെർവൻ്റ് ആണ്. ദെൻ യോറക്കിലേക്ക് വരുന്ന സമയത്ത് ടോൾ ലാങ് പേഴ്സൺ, വളരെ നീളമുള്ള ദുർബലനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ട്രിസ്ട്രം സ്പെക്കുലേറ്റ്സ് ദാറ്റ് ഹി ഡിസെൻഡ്സ് ഫ്രം ഷേക്സ്പിയേഴ്സ് യോറിക്. ഷേക്സ്പിയറിൻ്റെ യോറിക്കിൽ ഉൾപ്പെട്ട ആളാണ് ഇയാളെന്ന് ആര് പറയുന്നുണ്ട്? ട്രിസ്ട്രം ഷാൻഡി പറയുന്നുണ്ട്. സോ ഈ ഒരു കഥാപാത്രത്തെ ഓർത്തിരിക്കുക. ചോദിക്കും യോറിക് അഥവാ ഷേക്സ്പിയറിൻ്റെ യോറിക് ആണ് എന്ന് ട്രിസ്ട്രം ഷാൻഡിയിൽ പരാമർശിക്കുന്ന കഥാപാത്രം യോറിക്കാണ് കേട്ടോ, യോറിക്കാണ്. ഹാംലെറ്റിലെ ഒരു കഥാപാത്രമാണ് യോറിക്. ഹാംലെറ്റിൽ അയാൾ നേരിട്ട് അപ്പിയർ ചെയ്യുന്നില്ല, പക്ഷേ അയാളെക്കുറിച്ചുള്ള പരാമർശം എവിടെയുണ്ട്? ഹാംലെറ്റിലുണ്ട്. അതുകൂടി ഓർത്തിരിക്കുക. ദെൻ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ലിസ്റ്റ് 1 ഡിഫോയ്, റിച്ചാർഡ്സൺ, സ്മോളറ്റ്, ഫീൽഡിംഗ് പോലുള്ള നോവലിസ്റ്റുകളുടെ പേരാണ്. ലിസ്റ്റ് 2 അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് നോവൽസിൻ്റെ പേരാണ്. ഇപ്പോൾ നോവൽസും തന്നിട്ടുണ്ട്. ഇതിൽ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നത് ഡാനിയൽ ഡിഫോയെ ആയിരിക്കും. ഡാനിയൽ ഡിഫോയുടെ ആ ഒരു നോവൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. നിങ്ങൾ നോക്കുമ്പോൾ റോബിൻസൺ ക്രൂസോ ഇല്ല, റൊക്സാന ഉണ്ട് കേട്ടോ. റൊക്സാന അദ്ദേഹത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ റിച്ചാർഡ്സണിലേക്ക് വരുന്ന സമയത്ത് സർ ചാൾസ് ഗ്രാൻഡിസൺ, റിച്ചാർഡ്സണിൻ്റെയാണ്. സ്മോളറ്റിലേക്ക് വരുമ്പോൾ ദ റിപ്രൈസൽ, എല്ലാം അധികം പരിചയമില്ലാത്തതാണെന്ന് തോന്നുന്നു അല്ലേ. ഫീൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അമേലിയ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഓരോ നോവലിസ്റ്റുകളുടെയും പ്രധാനപ്പെട്ട കുറച്ച് നോവൽസിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക. ഡാനിയൽ ഡിഫോയുടെ പ്രധാനപ്പെട്ട നോവൽസാണ് ക്യാപ്റ്റൻ സിംഗിൾട്ടൺ, കേണൽ ജാക്ക്, ദ കൺസോളിഡേറ്റർ, ദ ഫർദർ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ, എ ജേർണൽ, ദ പ്ലാഗ് ഇയർ, മെമോയേഴ്സ് ഓഫ് കവലിയർ, റൊക്സാന, ദ ഫോർച്ചുനേറ്റ് മിസ്ട്രസ്. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സീരിയസ് റിഫ്ലക്ഷൻസ് ഓഫ് റോബിൻസൺ ക്രൂസോ. അപ്പോൾ റോബിൻസൺ ക്രൂസോയുടെ പേരിൽ 2 നോവലുണ്ട്. ഫർദർ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോയും സീരിയസ് റിഫ്ലക്ഷൻസ് ഓഫ് റോബിൻസൺ ക്രൂസോ. രണ്ടും ആര് എഴുതിയത് തന്നെയാണ്? ഡാനിയൽ ഡിഫോ എഴുതിയത് തന്നെയാണ്. ദെൻ ഹെൻറി ഫീൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അമേലിയ, ഷമേല, ഹിസ്റ്ററി ഓഫ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ്. ഷമേല, ജോസഫ് ആൻഡ്രൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഹിസ് ഫ്രണ്ട്. Then Mr. Abraham Adams, The Life and Death of Jonathan Wild the Great, The History of Tom Jones, A Foundling, A Journey from This World to the Next. ഇതെല്ലാം ഹെൻറി ഫീൽഡിംഗ്, ഇംഗ്ലീഷിലെ ആദ്യകാല നോവലിസ്റ്റുകളുടെ പേരാണിതോ. അവരെഴുതിയ ഓരോ നോവലും പ്രത്യേകം പഠിച്ചു വെക്കുക, പേര് എങ്കിലും പഠിച്ചു വെക്കുക. പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ദെൻ സ്മോളറ്റിലേക്ക് വരുന്ന സമയത്ത് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോഡറിക് റാൻഡം, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പെറിഗ്രീൻ പിക്കിൾ, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഫെർഡിനാൻഡ് കൗണ്ട് ഫാദം. എല്ലാ അഡ്വഞ്ചേഴ്സ് വരുന്ന പേരുകളാണ് അല്ലേ. ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് സർ ലോൺസലറ്റ് ഗ്രീവസ്, ദ ഹിസ്റ്ററി ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് ആൻ ആറ്റം, ദ എക്സ്പെഡിഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ. എല്ലാത്തിലും അഡ്വഞ്ചേഴ്സ് വന്നിട്ടുണ്ട്, പഠിച്ചു വെക്കാം. ദെൻ റിച്ചാർഡ്സണിലേക്ക് വരുമ്പോൾ പമേല ഇൻ ഹെർ എക്സാൽറ്റഡ് കണ്ടീഷൻ, Clarissa, The History of a Young Lady, Letters and Passages Restored to Clarissa. അപ്പോൾ ക്ലാരിസ എന്ന പേരിൽ വരുന്ന 2 എണ്ണം ഉണ്ട്, 2 നോവലുണ്ടാവും. ദ ഹിസ്റ്ററി ഓഫ് സർ ചാൾസ് ഗ്രാൻഡിസൺ, ദ ഹിസ്റ്ററി ഓഫ് മിസ്സിസ് ബീമൗണ്ട്, എ ഫ്രാഗ്മെന്റ്. ഇത് ഇത്രയും റിച്ചാർഡ്സൺ എഴുതിയ നോവൽസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. ദെൻ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. Which among the following is not a work by Jonathan Swift? Jonathan Swift എഴുതാത്ത വർക്ക് ഏതാണ്? അപ്പോൾ ഇതിൽ 3 എണ്ണം ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെതാണ്, ഒരെണ്ണം അദ്ദേഹത്തിൻ്റെതല്ല. ഏതാണെന്ന് ചോദിച്ചാൽ എയും ബിയും സിയും ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗാർഡിയൻ കൺസിഡേർഡ്, ദ പബ്ലിക് സ്പീഡ് ഓഫ് ദ വീക്സ്, ഡ്രാപ്പിയേഴ്സ് ലെറ്റേഴ്സ്, ഇത് 3ഉം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ
ദ ക്രിസ്ത്യൻ ഹീറോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതല്ല, അത് റിച്ചാർഡ് സ്റ്റീലിൻ്റെതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. വിച്ച് പ്ലേസ് ഈസ് കോൾഡ് ഓഗസ്റ്റ ഇൻ ദ പോം ഫ്ലെക്നോ? ഫ്ലെക്നോ എന്ന് പറയുന്ന പോമിൽ ഓഗസ്റ്റ എന്ന പേരിൽ ഒരു സ്ഥലത്തെ പരാമർശിക്കുന്നുണ്ട്. ഏത് സ്ഥലമാണ്? ഇപ്പോൾ ഓഗസ്റ്റ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫ്ലെക്നോയിൽ ഓഗസ്റ്റ എന്ന് പരാമർശിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് ലണ്ടൻ ആണ് കേട്ടോ. ലണ്ടൻ ആണ് എന്ന് മനസ്സിലാക്കുക. സോ ജോൺ ട്രൈഡന്റെ പോമാണ്, മോക്ക് എപ്പിക് ആണ് ഫ്ലെക്നോ. ഇതിൽ ദ സിറ്റി ഓഫ് ലണ്ടൻ ഈസ് റെഫേർഡ് ആസ് ഓഗസ്റ്റ. ദെൻ ബ്രൈഡൻ ഫ്ലെക്നോ എഴുതിയിട്ടുള്ളത് ആരെ പരിഹസിച്ചുകൊണ്ടാണ്? തോമസ് ഷാഡ്വെലിനെ പരിഹസിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ്. തോമസ് ഷാഡ്വെലിനെ പരിഹസിച്ചുകൊണ്ടാണ് ഫ്ലെക്നോ എന്ന് പറയുന്ന ഈ ഒരു മോക്ക് എപ്പിക് എഴുതിയിട്ടുള്ളത്. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, സെറ്റ് എക്സാമിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മെ അറിയിക്കുക. മാത്രമല്ല ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് പ്രധാനമാണ്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പഠിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വിഷ് യു ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.